ഹായ്, ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ, സവാള അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, മല്ലിയില അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്. ഇനി നമുക്ക് ഇഞ്ചി, ചുവന്നുള്ളി, വെളുത്തുള്ളി ഇത് ചതച്ചെടുത്തതാണ്. വെളിച്ചെണ്ണ വേണം. ഇനി പൊടി ഐറ്റംസ് നോക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഫാമിസിൻ്റെ ചിക്കൻ മസാലയാണ് എടുത്തിരിക്കുന്നത്, ഗരം മസാലപ്പൊടി, ഉപ്പ്, കറിവേപ്പില ഇതൊക്കെയാണ് ആവശ്യമുള്ളത്. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു ഗ്യാസ് ഓണാക്കി പാത്രം വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴണ്ട് വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് തക്കാളി, പച്ചമുളക് ഇതിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി പൊടി ഐറ്റംസായ കുരുമുളക് പൊടിയും, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചേക്കുന്നത് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മസാലയൊക്കെ ചിക്കനകത്ത് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ചിക്കൻ വേവുന്നതിനനുസരിച്ച് ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം തിളയ്ക്കുമ്പോൾ ഈ ചിക്കൻ അതിൽ തന്നെ വെള്ളം ഊറി ഇറങ്ങും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടിത് അടച്ച് വെച്ച് വേവിക്കാം. ഇനി കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം, ഗരം മസാല ഇട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടത് ഞാൻ മറന്നു പോയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം, മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി വിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. വേണ്ട 10 മിനിറ്റ് തുറന്നപ്പോൾ കാണുന്ന കാഴ്ചയാണ്. നല്ല അടിപൊളി ചിക്കൻ കറി റെഡിയാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.